പൂർവികർക്ക് സന്ധ്യാസമയത്തെ ദേവന്മാരോട് പ്രാർത്ഥിക്കാനുള്ള സമയമായി കണ്ടു. സന്ധ്യാസമയത്ത് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ നിരവധി കാര്യങ്ങളുണ്ട്. സന്ധ്യാസമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ: ഹിന്ദു വീടുകളിൽ സന്ധ്യാസമയത്തിന് 1 മണിക്കൂർ മുമ്പ് വിളക്ക് കൊളുത്തണം. ദീപം ദീപം എന്ന് പറഞ്ഞുകൊണ്ട് വിളക്ക് കൊളുത്തണം. വീട്ടിലുള്ളവർ വിളക്കിനെ വണങ്ങണം. വിളക്ക് കൊളുത്തുമ്പോൾ വൈകുന്നേരം ദൈവനാമം ജപിച്ചുകൊണ്ട് സമയം ചെലവഴിക്കണം. വിളക്ക് കൊളുത്തുമ്പോഴും തൊടുമ്പോഴും ഒരു മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ദുഃഖവിനാശയ സന്ധ്യദീപം നമസ്തുതേ. കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് ഭസ്മം പുരട്ടി നാമം ജപിക്കണം. സന്ധ്യയുടെ നേരത്ത് ഭക്തിപൂർവ്വം നാമം ജപിക്കുന്നത് കുടുംബത്തിന് ഐശ്വര്യം ക്ഷണിച്ചു വരുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നാമജപം. ദിവസവും നാമജപം ഗ്രഹദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നു. ഗണപതിയുടെയും അറിവിൻ്റെ ദേവതയായ സരസ്വതിയുടെയും ഗുരുവിൻ്റെയും അധിപനായ ഗണപതിയെ വന്ദിച്ചതിനു ശേഷം മാത്രമേ ഇഷ്ടദേവതകളുടെ കീർത്തനങ്ങൾ ജപിക്കാവൂ. പഞ്ചാക്ഷരി മന്ത്രം ഓം നമ ശിവായ. 8 അക്ഷരങ്ങളുള്ള മന്ത്രം ഓം നമോ നാരായണായി. മഹാമന്ത്രം ഹേം രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. ശ്രീ പരമേശ്വരനെ ഗുരുവായി ധ്യാനിക്കുകയും എല്ലാ ദേവന്മാരെയും വന്ദിക്കുകയും ചെയ്യുമ്പോൾ മൂലമന്ത്രങ്ങൾ ജപിക്കാൻ കഴിയും. വൈകുന്നേരം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ: സന്ധ്യാസമയത്ത് ഭക്ഷണം, അതിഥികളെ സൽക്കരിക്കുക, പണം നൽകുക, ധാന്യമോ എണ്ണയോ നൽകുക, കുളിക്കുക, വിനോദ വ്യായാമങ്ങൾ ചെയ്യുക, വസ്ത്രങ്ങൾ കഴുകുക, വീട് വൃത്തിയാക്കുക എന്നിവ ചെയ്യരുതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ സമയത്ത് വീട്ടിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് ഒഴിവാക്കുക.